പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, ഏറെ അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി നമ്മുടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായി ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഏറെ വിനയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്തുതിയുള്ള ദൈവത്തിന്റെ തിരുനാമത്തിനേക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും നീക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന്റെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സുഷാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന സിംഹരാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരുഫലമായ കർത്താവായ ശിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കരുണയുള്ള ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനും സമയത്തിനുമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ അശുദ്ധി മോചിച്ചു തരണമേ. ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളോട് പൊറുക്കണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ കൃപയും കരുണയും നൽകണമേ. ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് നാഥ തിരിച്ചു തരണമേ. ഞങ്ങൾക്ക് നിന്റെ തേജസ് നീ പകർന്നു നൽകണമേ. ആശ്വസിപ്പിക്കുന്ന സന്ദേശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ സമ്പന്നരാകണമേ. ഞങ്ങൾ തോറ്റുപോയ വഴികളിൽ ഞങ്ങൾക്ക് ജയം നൽകണമേ. വീണുപോകാതെ പോകാൻ ഞങ്ങൾക്ക് ശക്തിയേകണമേ. കർത്താവേ, നീ ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്തതോർത്ത് അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഞങ്ങൾ സ്തുതി കരയേറ്റുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സകല ജനത്തിന്റെ മേലും അങ്ങയുടെ കരുണ ഇറങ്ങി വ്യാപരിക്കുവാനും ദൈവിക ചൈതന്യമുള്ളവരും ദൈവകൃപയുള്ളവരും യേശുവിൽ വളർന്നവരുമായി സകലരും പരിവർത്തനപ്പെടുവാനും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജോലി മേഖലകൾ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ സമ്പത്ത് സകലതും യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ കരുണയാൽ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സകല പൈശാചിക പീഡകളും സകല ബന്ധനങ്ങളും സകല ശാപങ്ങളും ഇപ്പോൾ വിട്ടുപോകട്ടെ. ഞങ്ങൾ ശുദ്ധിയുള്ളവരും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരും ആത്മാവിന്റെ ഫലം കൊണ്ട് നിറഞ്ഞവരുമായി ഇപ്പോൾ പരിവർത്തനപ്പെടട്ടെ. കർത്താവേ, ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ ഞങ്ങൾ യോഗ്യരായി പ്രാപ്തരായി മാറണം. എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൂടെ ഇരിക്കുന്ന അതിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമം തന്നെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് രാത്രിയുടെ യാമം, അല്ലെങ്കിൽ ഏത് സമയത്താണോ നിങ്ങളിത് കേൾക്കുന്നത്,
ആ സമയം ദൈവം സ്പർശിക്കുവാനായി നമുക്കൊരു വചനം ചേർന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാ ദൈവത്തിന്റെ ഒരു ശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ചിന്ത. ജീവിതത്തിൽ പുതുവഴി തുറന്നു തരുന്ന ദൈവം നമുക്കറിയാവുന്ന കാര്യമാണ്. ജീവിതത്തിൽ എപ്പോഴാണ് പുതിയ വഴി ആവശ്യമായി വരുന്നത്? മുന്നോട്ട് പോകാൻ സാധ്യമാകാത്തതുപോലെ തടസ്സങ്ങളാൽ ജീവിതം ക്ലേശിക്കുമ്പോഴാണ് ആളുകൾ മറ്റൊരു വഴി തേടുന്നത്. നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നത് എന്തൊക്കെയാണ്? നമുക്കറിയാം, ആധുനിക ലോകം അതിനെ ആങ്സൈറ്റി എന്നും ഡിപ്രഷൻ എന്നും പല രീതിയിലുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, മാനസിക ക്ലേശങ്ങൾ, അങ്ങനെ പല പേരുകളിട്ട് അതിനെ വിളിക്കുമ്പോൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ മനുഷ്യന്റെ ഹൃദയം പിടക്കുകയും മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ദിശയിൽ അതിനെ നോക്കിക്കണ്ടാൽ ഇങ്ങനെയാണ് വീക്ഷിക്കുവാൻ കഴിയുന്നത്. മനുഷ്യൻ സുഗമമായി യാത്ര ചെയ്യുവാനും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനും ദൈവ പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ മനോഹരമായി സൃഷ്ടിച്ചു. മറ്റൊരു സൃഷ്ടിക്കും കൊടുക്കാത്തതുപോലെ സ്വന്തം ഛായയിൽ മനോഹരമായി സൃഷ്ടിച്ച് ദൈവം ഏറെ കരുതലോടെ തനിക്ക് പ്രവർത്തിക്കുവാനും തനിക്ക് വസിക്കാനും തന്റെ ഉപകരണങ്ങളുമായി മനുഷ്യനെ ദൈവം കണ്ടു. ആ ദൈവത്തോടൊപ്പം മനുഷ്യൻ നിലകൊള്ളുമ്പോൾ മനുഷ്യന്റെ വഴികൾ അത് സ്വതന്ത്രവും അനുഗ്രഹവുമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തോടുകൂടിയ ജീവിതത്തെ ഒരു മനുഷ്യന് നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരൊറ്റ പ്രവൃത്തിയാണ് അവൻ ദൈവത്തെ ഉപേക്ഷിക്കുന്ന പ്രവൃത്തി. ദൈവത്തെ ഉപേക്ഷിക്കുവാൻ വേണ്ടി അവനെ ഡയറക്റ്റായി ആരും പരിശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് പിശാച്, ശത്രു, ദുഷ്ടൻ, സാത്താൻ, പിശാച് വന്ന് മനുഷ്യനെ തന്ത്രപൂർവം ദൈവ പദ്ധതിയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ മാറിയ മനുഷ്യന്റെ ഉള്ളിലേക്ക് നിരാശയും സങ്കടവും ഭാരവും കടന്നു വരുന്നു. ആ മനുഷ്യൻ പിന്നെ അടിമയാണ്. നിങ്ങൾ എന്തിനോടാണോ അടിമപ്പെട്ടത് അത് നിങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങും. സാത്താൻ ഡയറക്റ്റ് ആയിട്ട് പലരെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല, മറിച്ച് മീഡിയാസിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു മീഡിയം ആവശ്യമാണ്. നോക്കൂ, ചിലർക്ക് മദ്യപാനം, മറ്റു ചിലർക്ക് വ്യഭിചാരം, ഏറെ ചില ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ ഏഷണി പറച്ചിൽ, കുറ്റം പറച്ചിൽ, മോഷണം, അങ്ങനെ വിവിധങ്ങളായ ദുസ്വഭാവങ്ങൾക്ക് മനുഷ്യനെ അടിമപ്പെടുത്തിക്കൊണ്ട് അവനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്ന പണിയാണ് സാത്താൻ ചെയ്ത് പോരുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ സാത്താൻ അടിമപ്പെട്ട ഒരു മനുഷ്യന് ജീവിതത്തിൽ സ്വസ്ഥത എന്ത് എന്നറിയാൻ കഴിയില്ല, സമാധാനം എന്ത് എന്നറിയാൻ കഴിയില്ല. അവന് അസ്വസ്ഥതകളും സമാധാനക്കേടുമായിരിക്കും എപ്പോഴും കൂടപ്പറപ്പായിട്ട് ഉണ്ടാകുന്നത്. ദൈവമക്കളെ, എന്നാൽ ഇന്ന് വചനം കേൾക്കാനിരിക്കുന്ന ആരെങ്കിലും ഇപ്രകാരം ക്ലേശത്തോടും ഭാരത്തോടും ഭയത്തോടും കൂടിയാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മോട് ദൈവം പറയുന്നത് ഒരു പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു, ഒരു പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രപഞ്ചം ഓരോ ദിവസത്തെയും പ്രഭാതത്തിലൂടെ നമ്മുടെ കൺമുമ്പിൽ നമുക്ക് സമ്മാനിച്ചു നൽകുന്നത് നാം മുന്ന് കണ്ടിട്ടില്ലാത്തതുപോലെ വ്യത്യാസങ്ങളാണ്. പ്രപഞ്ചം ദിവസേന വ്യത്യാസങ്ങളെ സൃഷ്ടിക്കുന്നുവെങ്കിൽ പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും പുതിയതായി നമുക്ക് ആവശ്യമാണ്.
ഇന്നലത്തെ പ്രാർത്ഥനയല്ല ഇന്നിന്റെ ആവശ്യം. ഇന്നെന്നെ പുതിയതാക്കേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, എല്ലാ ദിവസവും എന്നെ പുതിയതാക്കണമേ എന്ന പ്രാർത്ഥന ഒട്ടും അത് ചെറുതല്ല. വിലാപങ്ങളുടെ പുസ്തകം പറയുന്നു, രാവിലെ തോറും പുതുതാക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ മനുഷ്യ ജീവിതത്തിലുണ്ട് എന്ന്. ആ ഒരു പുതുമയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ദിവസം തോറും പുതിയതാക്കുന്ന ആ ജീവിത ശൈലിയിലേക്ക് ഒരു മനുഷ്യൻ മാറിയ അനുഭവത്തെ പുതിയ നിയമം പേരിട്ട് വിളിച്ചത് പുതിയ മനുഷ്യൻ എന്ന് തന്നെയാണ്. അതിന് വഴിയൊരുക്കിയതും അവിടെ ക്രിസ്തുവാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സം നേരിടുന്ന ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ: കർത്താവേ, ഇന്ന് എനിക്ക് പുതിയ വഴി നീ തുറന്നു തരണം. നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്ക് പുതുവഴി തുറന്നു തരും. നോക്കുക, മനുഷ്യന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ് ജീവിതം ഇങ്ങനെ താറുമാറായി കിടന്നപ്പോൾ യേശുക്രിസ്തു ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി അത് കുരിശാണ്. അത് കാൽവരി കുരിശാണ്. യേശുവിന്റെ പീഡാസഹനമാണ്, പരമയാഗമാണ്. കുരിശ് പ്രിയപ്പെട്ട ഒരു പുതുവഴി തുറന്നു തരുന്നത്. കുരിശ് കാണുമ്പോൾ ക്രിസ്തുവിന്റെ പീഡാസഹനമാണ് ഓർക്കുന്നത്. ദൈവമക്കളെ, പുതിയ വഴി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനാർത്ഥത്തിൽ ഇപ്രകാരം പറയാൻ സാധ്യമാകും: ഞാൻ പോകുന്ന വഴിയിൽ എന്റെ തടസ്സങ്ങൾ ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് കുരിശ് യേശുവിന്റെ പീഡാസഹനത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ അത് കാണുന്നത് നമ്മൾക്ക് പ്രാർത്ഥനയായി മാറുന്ന ഈ ബോധ്യമുള്ള ആളുകളാണ്. അങ്ങനെ കുരിശ് ഈ ബോധ്യത്തെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് വഴിയായി നമ്മുടെ മുമ്പിലുള്ള സകല തടസ്സങ്ങളും മാറിപ്പോകാൻ ഇടവരുന്നു. എങ്ങനെ മാറിപ്പോകുന്നു എന്നതിന്റെ ഉത്തരമാണ് ക്രിസ്തു നമുക്ക് പുതുവഴി ഒരുക്കി തന്നിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഈ യേശു ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ നൽകുന്ന പുതുവഴിയെ സ്വീകരിപ്പാനും ഭാഗ്യം കിട്ടട്ടെ. നോക്കൂ, ദൈവം ക്രിസ്തുവിലൂടെയാണ് മനുഷ്യന് പുതുവഴി കൊടുത്തതെങ്കിൽ അത് പല രീതികളിൽ ആളുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിക്ക് ശാശ്വതമായ രീതിയിൽ ആ പുതുവഴിയുടെ സമാധാനമോ സന്തോഷമോ അനുഗ്രഹമോ സ്വീകരിക്കുവാൻ കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഉന്നതമായതും നമുക്ക് ആവശ്യമായിട്ടുള്ളതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ പരമപ്രധാന സ്ഥാനം കൊടുത്ത് ആരാധിക്കുക, മഹത്വീകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ദേവാലയം പലപ്പോഴും സ്വർഗത്തെ ചിത്രീകരിച്ചു. പറയുകയാണ്, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളത് കൊണ്ട്. നോക്കൂ, സ്വർഗത്തെ ചിത്രീകരിച്ച ദേവാലയങ്ങൾ, ആ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തടസ്സങ്ങൾ മനുഷ്യർക്ക് പലപ്പോഴും ഉണ്ടാകുന്നത് അശുദ്ധിയുടെയും തിന്മയുടെയും അന്ധകാരത്തിന്റെയും ദുഷ്ടതയുടെയും ഒക്കെ അടിമത്തത്തിലാണ്. എന്നാൽ നോക്കുക, സ്വർഗം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് സ്വർഗീയമായ പ്രവേശനം ഒരുക്കുവാൻ ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി കീറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് ദൈവിക ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഉൾബലം നമുക്കേകുന്നത് ഈ ജീവനുള്ള വചനവും ക്രിസ്തുവിന്റെ പരമയാഗവും കർത്താവിന്റെ പരമയാഗത്തിന്റെ ആ വിശുദ്ധീകരണവുമാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഉള്ളിൽ വല്ലാതെ ശക്തിയോടെ വ്യാപരിക്കണം. നമുക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ട്. ക്രിസ്തു കുരിശിലൂടെ നമുക്കത് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു, ആ ക്രിസ്തുവിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ സാധ്യമാകട്ടെ. നോക്കൂ, അങ്ങനെ ദൈവം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി നിലകൊള്ളുന്നത് കൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി മാറുകയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തില് തന്റെ പുതുവഴികൾ
തെളിയപ്പെടാതെ തടസ്സങ്ങൾ അവനെ നശിപ്പിച്ചുകൊണ്ട് നിരാശയിലേക്ക് താഴ്ത്തിവിടുമ്പോൾ അതിന്റെ പിന്നിൽ സാത്താനാണെന്ന് നാം പറഞ്ഞല്ലോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതാ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകുകയും നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ വെണ്മയുള്ളവരാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സാത്താൻ നമ്മിൽ അടുക്കാതെ നമ്മെ രക്ഷിച്ചു നിർത്തുന്ന ദൈവം, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട അവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പരാജയത്തിന്റെ വിത്തുകൾ പിശാച് വിതറിയിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് യേശുവിന്റെ തിരുസന്നിധിയിൽ വരുന്നവർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരായി മാറുക, ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരായി മാറുകയാണ്. ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുത്തേക്ക് വരുന്നവരുടെ ഉള്ളങ്ങൾ ആദ്യം മാനസാന്തരപ്പെടുന്നു, മനസ്സിന് മാറ്റം വരുന്നു. ഈ ലോകത്തിന് അനുഭവപ്പെടാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഗീതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്ക രീതിയിൽ അദ്ദേഹം ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്നു, ഒരു പുതിയ ഹൃദയം കൊടുക്കുന്നു. പഴയ ഹൃദയം ഒരിക്കലും ദൈവത്തെ അന്വേഷിച്ചില്ല. പഴയ ഹൃദയം ഒരിക്കലും ദൈവത്തോട് സ്നേഹം പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പുതുവഴി തുറന്നു വരുന്ന യേശു കർത്താവിനെ കണ്ടുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളങ്ങളെ അവൻ മാറ്റുകയാണ്, ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്നു. ഇതാ ഞാൻ മാംസളമായ ഹൃദയം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞതുപോലെ ഹൃദയങ്ങളെ കഴുകുന്ന ദൈവം നമ്മുടെ ഉള്ളങ്ങളില് ആ ഹൃദയങ്ങളെ കഴുകിക്കൊണ്ട് തളിക്കപ്പെട്ടുകൊണ്ട് ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ പുതിയ വഴികൾ തുറന്നു കിട്ടുന്നത്. നാം ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ, പാപമേറ്റ് പറയുന്നില്ല എങ്കിൽ, അശുദ്ധിയോട് യാത്ര പറയുന്നില്ല എങ്കിൽ നമ്മുടെ മുമ്പില് പുതുവഴി തുറന്നു കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാം ഒരു പുതിയ വഴിക്ക് വേണ്ടി യേശുവിന്റെ അടുത്ത് വരുമ്പോൾ യേശു നമ്മെ തളിച്ച് ശുദ്ധീകരിച്ച് പുതിയ മാർഗത്തിലേക്ക് ചേർത്ത് പിടിച്ച് നമുക്ക് വലിയ കോൺഫിഡൻസ് നൽകുമ്പോൾ പരിവർത്തനം വരുന്നു, പുതിയ ഹൃദയം വരുന്നു പറഞ്ഞല്ലോ. അതിന്റെ അനന്തരഫലം ഇപ്രകാരമാണ്: നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം അത് വളരെ വലുതായി വരുന്നു. എന്തുകൊണ്ടാണ്? എനിക്ക് സമാധാനം തന്ന ദൈവം, എന്നെ കരുതുന്ന കർത്താവ്, വീഴ്ചയിൽ എന്നെ താങ്ങിയ ദൈവം, തളടിയാകാതെ എന്നെ പരിപാലിച്ച ദൈവം എന്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഉറപ്പ്, വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം. അതുപോലെ തന്നെ പരമാർത്ഥ ഹൃദയം. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയില് വിശ്വാസത്തോടെ നല്ല മനസ്സോടെ, ഈ നല്ല മനസ്സെന്ന് പറയുന്നതാണ് സ്നേഹിക്കുക, പിതാവായ ദൈവത്തെ പൂർണ്ണ ശക്തിയോടും, ദൈവത്തെ പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണാത്മാവോടും, പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുന്നു. ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തു. എന്റെ ഹൃദയം ദൈവം വസിക്കുന്ന ആലയമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വലിയ ബന്ധത്തോടുകൂടെ നാം ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. ദൈവത്തിന്റെ അടുത്തേക്ക് നീ ചെല്ലുമ്പോൾ ദൈവം നിന്റെ അടുത്തേക്ക് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ വിട്ട് ഓടിപ്പോകും. ഇന്ന് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ എല്ലാ വഴികളും അടയപ്പെട്ട് നിരാശയിലും സങ്കടത്തോടും കൂടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി നമുക്കൊരു പുതിയ ഹൃദയം നൽകി ആ ജീവിതത്തിലൂടെ അവനിലേക്ക് സമാധാനത്തോടുള്ള കൂട്ടായ്മയും വിശ്വാസത്തിന്റെ ഉറപ്പും ധൈര്യവും എല്ലാം നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഹൃദയത്തോടുകൂടെ ദൈവ തിരുസന്നിധിയിൽ ജീവിക്കുവാൻ സാധ്യമാകുകയാണ്. ആർക്കൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം ആവശ്യമായിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവം ഇന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മുടെ ഹൃദയത്തെ കഴുകി നമുക്ക് പുതിയ അനുഭവങ്ങളെ നൽകുകയാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ പുതിയ ഹൃദയം എന്ന് പറയുന്നത്. ദൈവം അറിയുന്ന ഹൃദയം, ദൈവം വസിക്കുന്ന ഹൃദയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിന്റെ ഭാഗമായി തീരുമ്പോൾ അദ്ദേഹം തീരുമാനമുണ്ട്, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഈ കർത്താവുമായിട്ടുള്ള ബന്ധം എന്നും വിടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നാം പറയണം, എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്
ഒരിക്കലും മാറാനിട വരാത്തതുപോലെ എന്നെ ക്രിസ്തുവിലേക്ക് ബന്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചോദിക്കാനും ഇടവരട്ടെ. ഹല്ലേലൂയ. മുറുകെ പിടിക്കുക. ഏത് പ്രത്യാശയാണ്? എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ, എനിക്ക് വേണ്ടി ദേഹം എന്ന തിരശ്ശീല ചിന്തി തന്നവൻ, വീണ്ടും ഒരു പുതിയ ഹൃദയം എനിക്ക് ഒരുക്കി തന്നവൻ, ആ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഇത് നശിച്ചു പോകില്ല, നിത്യതയോളം എന്നെ കൊണ്ടുപോകുമെന്നുള്ള വലിയ ഉറപ്പിന്റെ, വലിയ ശക്തിയുടെ, വലിയ അനുഭവത്തിൽ അത്യുന്നതനായ ദൈവം നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനൊട്ടും മാറ്റമില്ല. അതുകൊണ്ടാണ് വിശ്വസ്തനായവനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒരിക്കലും മാറ്റമില്ലാത്ത അചഞ്ചലനായ, ഇന്നലെയും എന്നും എന്നും അനന്യനായ അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, റൂഹ, പരിശുദ്ധാത്മാവ്, സ്വർഗീയമായ സാന്നിധ്യം ഇതാ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് പിറകോട്ട് പോയത്, ആരൊക്കെയാണ് പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയത്, ആരൊക്കെയാണ് ദൂരെയായത്, നിങ്ങൾ തീരുമാനമെടുക്കുക. യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്ന് പുതുവഴി സ്വീകരിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ ഭാഗ്യമാണ് ഈ കൂട്ടായ്മ. എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, നമ്മുടെ ജീവിതം അവൻ ഉയർത്തുകയും നമ്മെ അവൻ ആശ്വസിപ്പിക്കുകയും നമുക്ക് അവൻ ബലമേകുകയും ചെയ്യുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദൃശ്യതയിൽ ഏറെ വിനയത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവം നമ്മെ വാഴ്ത്തട്ടെ, സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ, വിശുദ്ധിയോടെ നമ്മെ പരിപാലിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, നീ നൽകിയ വചനത്തിനായി നന്ദി പറയുന്നു. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പൂർണ്ണമായി ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അടുത്തു വരുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വീണുപോകാത്തൊരു ജീവിതത്തിന് ഞങ്ങൾ അർഹരാക്കണമേ. ഞങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും മനസ്സിലുമുള്ള സകല പൈശാചിക പീഡകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സകല ദുരാത്മാക്കളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സകല ദുഷ്ടതകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിന്റെ തേജസ് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറഞ്ഞു വരണമേ. കർത്താവിന്റെ കരുണ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറഞ്ഞു വരണമേ. ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ നിറഞ്ഞു വരണമേ. ഇത്രമേൽ കൊണ്ടുവന്നിടുവാൻ ഞങ്ങൾ എന്തുള്ളൂ. ഇതുവരെ നടത്തിയ നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അശുദ്ധിയും അന്ധകാരവും ഞങ്ങൾ ഇന്ന് വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജോലി മേഖലകളും ഞങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗീയ തേജസ് കൊണ്ട് ഞങ്ങൾ അണിയിച്ചൊരുക്കണമേ. ശോഭയുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരുമായി ഞങ്ങൾ മാറണമേ. വിശുദ്ധിയുള്ളവരും കൃപയുള്ളവരുമായി ഞങ്ങൾ മാറണമേ. ഞങ്ങളെ സഹായിച്ചതിനും സഹായിക്കുന്നതിനും നന്ദി പറയാണ്. കർത്താവേ, ഇന്ന് രാത്രിയുടെ യാമം ശുശ്രൂഷ നടത്തുന്ന കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ, ജീവിതം സമാധാനത്തിലാകുവാൻ, ജീവിതം സന്തോഷത്തിലാകുവാൻ, ആനന്ദത്തിലാകുവാൻ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം കരം വെച്ച് ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ രക്തം കൊണ്ട് ശിരസ് മുതൽ പാദം വരെ കഴുകുകയും ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നയോളം ഞങ്ങളെ നടത്തിയതിനായി, ഇതുവരെ ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. അതിനോട് സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഓഫറിംഗ് സമർപ്പിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. ബിസിനസ് സംരംഭങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സകല വഴികളും ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന സ്നേഹത്തിനായി നന്ദി പറയും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. രുദ്രഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമാതാവായ വിശുദ്ധനെ മർത്തമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനുടെ വീഴ്ചണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, ദൈവാതിരുസന്നിധിയിൽ ഏറെ വിനയത്തോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.